ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സഞ്ജീവ് സംസാരിച്ചു തുടങ്ങിയത് സ്കൂളുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചതുമായി ബന്ധപ്പെട്ടാണ്. കാരണം സ്കൂളുകളിൽ അരാഷ്ട്രീയവാദികളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ ക്യാമ്പസിലെത്തുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന യുവജന സംഘടനകൾക്ക്, രാഷ്ട്രീയ സംഘടനകൾക്ക് ഇവരെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പരിമിതിയുണ്ട്. അവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ പരാജയം എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. മാത്രമല്ല അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി പറയുകയുണ്ടായി. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അതായത് ഈ ക്യാമ്പസുകളിൽ ഇത്തരം റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയാൻ വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരെ സ്വാധീനിക്കാനും അവിടെ ഇടപെടൽ നടത്താനും കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് കഴിയുന്നില്ല, ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം ഉയർന്നാൽ അതിനോട് എങ്ങനെയാണ് ഷമാസ് പ്രതികരിക്കുക? ഇവിടെ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ വളരെ പ്രയാസത്തോടുകൂടി തന്നെയാണ് ഇത്തരമൊരു ചർച്ചയുടെ കൂടെ ഭാഗമാകുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും പുതുതലമുറയെ കേന്ദ്രീകരിച്ചും ലഹരി വലിയ രീതിയിൽ പിടിമുറുക്കിയെന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കൂടിയാണ് മീഡിയ വൺ ഉൾപ്പെടെ ഇത്തരം ഒരു വലിയ ദൗത്യവുമായി മുന്നിട്ടിറങ്ങുന്നത്. സ്കൂളുകൾ, ഇപ്പോൾ സഞ്ജീവോടെ പറഞ്ഞ കാര്യത്തെ അടിവരയിട്ടുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളൊരു തുടക്കം ഉണ്ടാകുന്നത്. അവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനിവാര്യമായി വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. കാരണം ഈ വിദ്യാർത്ഥി സംഘടനകളുടെ അഭാവത്തിൽ അവിടെ ഗ്യാങ്ങുകളായും മറ്റ് മതത്തിൻ്റെയും വ്യത്യസ്ത തലത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ടാകുന്നു. അവിടെ ഈ ലഹരിയുടെ വ്യാപനം കൂടുന്നു. ഒരു തരത്തിലും അതിനെ തടയാൻ ഒരു നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു അരാജകത്വത്തിലേക്ക് അത് നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ റൂട്ട് കോസൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ക്യാമ്പസുകളിൽ ഈ ലഹരിയുടെയൊക്കെ മറപറ്റി ഉണ്ടാകുന്ന അക്രമങ്ങളും ഈ പറഞ്ഞ റാഗിംഗ് പോലുള്ള സംഭവങ്ങളെയും അതിനെതിരെയൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ അത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സമീപകാല ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ മരണവും കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ വിഷയമെല്ലാം അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ദൗർഭാഗ്യവശാൽ അതിൻ്റെയൊക്കെ പ്രതിസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നു. ഇതൊക്കെ തിരുത്തേണ്ടതും മാറ്റം വരുത്തി മുന്നോട്ട് പോകേണ്ടതുമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അടിസ്ഥാനപരമായി ഈ ഒരു ഉയർന്നു വന്ന വിഷയങ്ങളുടെ പുറത്ത് ഒരു ജനറേഷനെ ആകെ അങ്ങ് കുറ്റപ്പെടുത്തി പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വളരെ പ്രയാസപ്പെട്ട് പരിമിതമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത നിലവാരമൊക്കെ പ്രതീക്ഷിച്ച് ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ വരുന്ന ഒരു തലമുറയാകെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിലൊരു തരത്തിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. തുടക്കത്തിൽ ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്ത ആളുകളൊക്കെ അത് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് അത് കൃത്യമായി മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടെ വീഴ്ച പറ്റി. അതിൽ രാഷ്ട്രീയത്തിനും മറ്റ് സംഘടനാ താല്പര്യങ്ങൾക്കും എല്ലാം അപ്പുറത്തേക്ക് ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തയ്യാറാകുമ്പോൾ നേരത്തെ സംസാരിച്ച യുവജന നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളെല്ലാം സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും എടുക്കുന്ന ഏത് തീരുമാനത്തോടൊപ്പവും ഈ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പകരം കേവലം നിരവധിയായ ക്യാമ്പയിനുകൾ ഇതിനുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ലഹരിക്കെതിരെയുള്ള ഇത്തരം അക്രമങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിനുകളുടെ കുറവുകൊണ്ടാണോ ഇതിങ്ങനെ സംഭവിക്കുന്നത്? ആരിലേക്കാണോ ഈ ക്യാമ്പയിനുകൾ എത്തേണ്ടത്, ആരിലേക്കാണോ ഈ പ്രചരണങ്ങൾ, ഇതിൻ്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച്, ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എത്തേണ്ടത്, അവരിലേക്ക് യഥാർത്ഥത്തിൽ ഇത് എത്തുന്നില്ല. ഇത് ഉപയോഗിക്കുന്ന, ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളിലേക്ക്, ഒരു തലമുറയിലേക്ക് ഈ ക്യാമ്പയിനുകളും പ്രചരണങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും എത്തുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതാണല്ലോ ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ എണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഭീകരമായ രീതിയിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും അടിസ്ഥാനപരമായി നമുക്ക് തുടങ്ങേണ്ടതും ഈ പറഞ്ഞ സ്കൂളുകളിൽ തന്നെയാണ്. കാരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളും അതിൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ചും അതിൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി തുടക്കം മുതൽ വിദ്യാർത്ഥികളിൽ, പുതുതലമുറയിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ മനസ്സിലേക്ക് കൃത്യമായി വളരെ ആഴത്തിൽ തന്നെ പതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ വളരെ അടിയന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ, നമുക്ക് തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ശരി, ഡോക്ടർ ജയശ്രീ ആ കാര്യം വളരെ വിശദമായി ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. അധ്യാപകർക്ക് ഒരു വലിയ പങ്കുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മീഡിയ ഉൾപ്പെടെ വാർത്തയായൊരു റീല് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വിദ്യാർത്ഥികളുടെ ശബ്ദം കേട്ട് തിരിച്ചറിയുന്ന അധ്യാപകരുള്ള ഒരു നാടാണ് നമ്മുടെ നാട്.
ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ശബ്ദം മാത്രം കേട്ട് തിരിച്ചറിയാൻ കഴിവുള്ള അത്രയേറെ വിദ്യാർത്ഥികളുമായി ആത്മബന്ധം പുലർത്താൻ കഴിയുന്ന ഒരു അധ്യാപക സമൂഹം നമ്മൾക്കിടയിലുണ്ട്. അവരെ കൂടി ഉപയോഗപ്പെടുത്തി അവരുടെ കൂടെ മികച്ച പങ്കാളിത്തത്തോടു കൂടി ഈ വലിയ വിപത്തിനെ നമുക്ക് എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. ലഹരി മാത്രമല്ല പ്രശ്നമെന്ന് ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു. സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയയിലെ പലതരത്തിലുള്ള രംഗങ്ങൾ സ്വാധീനിക്കുന്നുണ്ടാകും. സിനിമ തന്നെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളെ ഉദാഹരണമായി പറഞ്ഞു. അതിന് ആ സിനിമയ്ക്കും നിയന്ത്രണം ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്തിറങ്ങി ഈ പറയപ്പെടുന്ന വളരെ ഇന്നിപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കാണുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ നിയന്ത്രണങ്ങൾ കേവലം ഒരു പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് അത് ഫലപ്രദമായി നടപ്പിലായോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ കഴിഞ്ഞു. തിയേറ്ററുകൾക്കകത്ത് ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, പ്രായപൂർത്തിയാകാത്ത ആളുകൾ ആ സിനിമ കാണുന്നതിന് യഥേഷ്ടം ടിക്കറ്റ് എടുത്ത് അതെ ഒരു നിയന്ത്രണമില്ല. അതിന്റെ മറ്റൊരു വശം ഞാൻ പറയാം. അടിസ്ഥാനപരമായി നമ്മളൊരു നിയന്ത്രണം മുന്നോട്ട് വെക്കുമ്പോൾ അതിന് ഒരു തരത്തിലും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ ഒരു പ്രഹസനത്തിന് വേണ്ടി അത്തരം നിയന്ത്രണങ്ങൾ വെക്കുക ഒരു തരത്തിലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഇനി അതങ്ങനെ മോണിറ്റർ ചെയ്യാനൊരു സംവിധാനമില്ല, അത് വിലയിരുത്താനൊരു സംവിധാനമില്ല, അത് തടയാൻ നമുക്ക് പറ്റുന്നില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ നിയന്ത്രണം വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ രീതിയിലേക്ക് ചില ആത്മാർത്ഥമായ സമീപനങ്ങൾ ഈ വിഷയങ്ങളിൽ ഓരോന്നിലും നമുക്ക് അടിസ്ഥാനപരമായി വേണം. അത് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. നാടൊന്നാകെ ഈ വിപത്തിനെതിരെ രംഗത്തിറങ്ങുമ്പോൾ തീർച്ചയായും ക്യാമ്പസുകളിൽ വ്യത്യസ്ത തലത്തിലുള്ള പരിപാടികൾ നടത്തുന്നതോടൊപ്പം ഈ വിഷയത്തിന്റെ മുൻനിരയിൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ KSU ഉൾപ്പെടെ രംഗത്ത് വരും.